ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ചായയുടെ കൂടെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന ശേഷം പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടിരിക്കും. അതൊന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വണ്ണുള്ള സവാള ആണെങ്കിൽ ഒന്നൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ തക്കാളിയും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2-3 പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എങ്കിൽ ഉപ്പും കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ബ്രെഡ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 4-5 ബ്രെഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മസാല ബ്രെഡിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്തിട്ട് മുട്ട ചേർക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ബ്രെഡിലും കൂടി ആ മുട്ടയൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇത്ര പണിയുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണിത്. കഴിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസും സവാള കട്ട് ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റായ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക.